ചേർന്നത്. വ്യാജ ലെറ്റർ ഹെഡ് ഉപയോഗിച്ച് പണം തട്ടിയ കേസിൽ സപ്ലൈകോ കടവന്ത്ര ഓഫീസിലെ മുൻ മാനേജർ സതീഷ് ചന്ദ്രൻ അറസ്റ്റിൽ. ഇയാൾ 7 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തൽ. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, എന്താണ് ഈ അറസ്റ്റിന്റെ വിശദാംശങ്ങൾ? വേണു, അറസ്റ്റിലായ സതീഷ് ചന്ദ്രൻ നേരത്തെ കടവന്ത്ര സപ്ലൈകോ ഔട്ട്ലെറ്റിലെ മാനേജർ ആയിരുന്നു. ഇവിടെ ഉപയോഗിച്ചിരുന്ന ലെറ്റർ ഐഡിയും അതോടൊപ്പം തന്നെ GST നമ്പറും എല്ലാം വ്യാജമായി ചമച്ച് ഇയാൾ ഉത്തരേന്ത്യയിൽ നിന്ന് 7 കോടി രൂപയുടെ ചോളം ഇറക്കുമതി ചെയ്തു. സപ്ലൈകോക്ക് എന്ന വ്യാജേനയാണ് ഇറക്കുമതി ചെയ്തത്. പക്ഷേ ഇതിന്റെ പണം ആവശ്യപ്പെട്ട് ഉത്തരേന്ത്യൻ കമ്പനി സപ്ലൈകോയെ സമീപിച്ചപ്പോഴാണ് ഇതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലായത്. തുടർന്ന് സപ്ലൈകോ തന്നെ നേരിട്ട് കടവന്ത്ര പോലീസിൽ പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സതീഷ് ചന്ദ്രനെ ഇന്നലെ കസ്റ്റഡിയിൽ നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. 3 കോടി രൂപ മാത്രമാണ് ഈ ഉത്തരേന്ത്യൻ കമ്പനിക്ക് സതീഷ് ചന്ദ്രൻ നൽകിയത്. ബാക്കി പൈസ 4 കോടി രൂപ നൽകാനുണ്ടായിരുന്നു. ഇതാണ് തട്ടിപ്പിന്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കിയത്. ഇയാൾ ഈ ചോളം ഇവിടെ പ്രാദേശികമായി വിൽപ്പന നടത്തി ലാഭം കൊയ്തു എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ. ആകെ മൊത്തം 7 കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഔട്ട്ലെറ്റിലെ ജീവനക്കാരുടെ സഹായമില്ലാതെ ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്താനാവില്ല എന്നൊരു വിലയിരുത്തൽ പോലീസിനുണ്ട്. പക്ഷേ അതിലൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തണമെങ്കിൽ ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണം. ഇന്ന് സതീഷിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത ശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും തുടർ അറസ്റ്റുകൾക്കുള്ള ഒരു സാധ്യത നിലവിൽ വരിക. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.